ഷാബു പ്രസാദ് എങ്ങനെ പ്രതികരിക്കുന്നു? ഇതിനോട് കൃത്യമായ രേഖകൾ ഇക്കാര്യത്തിലുണ്ട്, വിവരാവകാശ രേഖകൾ ഉണ്ട്. ഇതിൽ കൊച്ചിൻ ദേവസ്വത്തിൽ നിന്ന് പോലും ഇതിൽ കൃത്യമായിട്ട് എത്ര ക്ഷേത്രങ്ങളിൽ പ്രവൃത്തി പരിചയമുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം ഈ ദേവസ്വം ബോർഡിൻ്റെ നിബന്ധനകൾ ഉണ്ടല്ലോ മേൽശാന്തി നിയമനത്തെക്കുറിച്ചുള്ള. അതിലെ ഈ 4-ാം ഖണ്ഡികയിലേക്കുള്ള പ്രവൃത്തി പരിചയ റിപ്പോർട്ട് നൽകുന്നു എന്ന രീതിയിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായിട്ടും ക്രമക്കേടല്ലേ ഇത്? മഞ്ജുഷ, എനിക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. ഞാൻ പന്തളം സ്വദേശിയാണ്. അത്യാവശ്യം ഈ ശബരിമല അയ്യപ്പനുമായിട്ടും പന്തളം കൊട്ടാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ കുറേ കാലത്തെ അനുഭവമുണ്ട്. അത് വെച്ച് ഞാൻ പറയുകയാണ്, അത് വെച്ച് ആർക്കും നിഷേധിക്കുക, ഇതെല്ലാവർക്കും നോൺ ഫാക്റ്റാണത്. ഈ മേൽശാന്തി ദേവസ്വം ബോർഡെന്ന് പറയുന്നത് തന്നെ ഒരു കൊള്ളസംഘമാണത്. അതിലെ ഈ മേൽശാന്തി നിയമനം എന്ന് പറയുന്നത് എല്ലാ നിയമനങ്ങൾക്കും പൈസ വാങ്ങിയിട്ടും കൈക്കൂലി വാങ്ങിയിട്ടുമാണ് അവിടെ നടക്കുന്നത്. ഈ മേൽശാന്തി നിയമനത്തിൻ്റെ അകത്ത് നല്ല രസകരമായൊരു കാര്യമുണ്ട്. ഒരു 90കളിലൊക്കെ ഈ അവസാനത്തെ നറുക്കിൻ്റെ അകത്ത് കയറാൻ 10 ലക്ഷമോ 15 ലക്ഷമോ മറ്റോ ആയിരുന്നു കൈക്കൂലി കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പം അത് എത്ര ആയി കാണുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അതിനെക്കാട്ടും പല മടങ്ങ് കൂടിയിട്ടുണ്ടാകും. ഇത്രയും വലിയ കൈക്കൂലി കെട്ടുകണക്കിന് കൊടുത്തിട്ടാണ് ഇവന്മാർ നറുക്കിൻ്റെ അകത്ത് കയറുന്നത്. ആ നറുക്കിൻ്റെ അകത്തുനിന്ന് എല്ലാവർക്കും പൈസ കൊടുക്കും. എന്നിട്ട് എനിക്ക് തോന്നുന്നു നറുക്ക് കിട്ടാത്തവർക്ക് തിരിച്ചു കൊടുക്കുമോ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ഈ മേൽശാന്തി നിയമനം എന്ന് പറയുന്നത് ശബരിമലയിൽ നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് അവിടെ ആ ക്ഷേത്രവുമായിട്ടും അവിടുത്തെ കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയറുണ്ട്. എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഉദ്യോഗസ്ഥര്, കമ്മീഷണറ്, തന്ത്രി, മന്ത്രി എല്ലാവരും ഇതിൻ്റെ അകത്ത് ഈ കൊള്ളസംഘത്തിന്റെ ഭാഗമാണ്. എനിക്കതിൻ്റെ അകത്ത് ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല, ഒരു സർപ്രൈസിംഗും ഇല്ല ഇതിൻ്റെ അകത്ത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെയാണെങ്കിൽ ED പ്രസാദ് നമ്പൂതിരിക്ക് രേഖകൾ സഹിതം പുറത്തു വന്ന സ്ഥിതിക്ക് ED പ്രസാദ് നമ്പൂതിരിക്ക് ഇനി ശബരിമല മേൽശാന്തിയായി തുടരാൻ യോഗ്യതയുണ്ടോ? കാരണം ശബരിമല മേൽശാന്തി തന്നെയാണ് വ്യാജരേഖകൾ ഹാജരാക്കി മേൽശാന്തി നിയമനം നേടിയിരിക്കുന്നത്. ഭക്തരുടെ വികാരം വ്രണപ്പെടാൻ ഇതിൽ കൂടുതൽ എന്താണ് ഉള്ളത്? ശബരിമലയിൽ പൂജ ചെയ്യുന്ന മേൽശാന്തിക്ക് യോഗ്യതയില്ല, ഒരു നിബന്ധന വെച്ചിട്ടുണ്ടല്ലോ, അത് പ്രകാരമാണല്ലോ മേൽശാന്തിയായി നിയമിക്കുന്നത്, അത് പാലിച്ചിട്ടില്ല. തീർച്ചയായും ശ്രീ മഞ്ജുഷ്, ന്യൂസ് 18, ശ്രീ മഞ്ജുഷ്, ശ്രീ ടോം അടക്കം പുറത്തു കൊണ്ടുവന്ന വാർത്ത വളരെ പ്രധാനമാണ്. ഭക്തരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന, അയ്യപ്പ ഭക്തർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അതിൽ കൂടുതൽ അന്വേഷണം വേണം, കൂടുതൽ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ നിലപാടറിയണം. ശ്രീ ഷാബു പ്രസാദ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതിൽ എന്താ പറയുക, എലിമെന്റ്സ് ഓഫ് ട്രൂത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് പലപ്പോഴും സംഭവിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ രാഷ്ട്രീയ സ്വാധീനത്തിനും മറ്റും വഴങ്ങി കാശ് മേടിക്കുന്നതിന് വരെ ചെക്കായിരുന്നു മേടിച്ചത്. ഏകദേശം 2000 വരെ, 2000ന്റെ പകുതി അല്ലെങ്കിൽ 2005-6 കാലഘട്ടം വരെ ഈ പ്രാക്ടീസ് തുടർന്നിരുന്നു. അതായത് ചെക്ക് മേടിക്കും, 10-9 പേരുടെ നിന്ന് ചെക്ക് മേടിക്കും, എന്നിട്ട് കിട്ടിയ ആളുടെ ആ ചെക്ക് അവരുടെ കയ്യിൽ വെക്കും, ബാക്കിയെല്ലാം തിരിച്ചു കൊടുക്കും. പക്ഷേ എല്ലാവരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, തന്ത്രിയോ ബാക്കിയുള്ളവരോ ഒന്നും ഇതിൽ ഇൻവോൾവ് അല്ല. ദേവസ്വം ബോർഡുകാർ പലപ്പോഴും ചെയ്യുന്നതാണ്. നേരെ തിരിച്ച് ഇത് ക്ലീനപ്പ് ചെയ്യാൻ ഏറ്റവും ഇനീഷ്യേറ്റീവ് എടുത്തത് ഷാബു പറഞ്ഞത് തന്ത്രിയും ഇൻവോൾവ് ആണെന്നാണ് അല്ലേ? ഷാബു അങ്ങനെ പറഞ്ഞു തോന്നുന്നു. ഓളത്തിൽ പറയുന്നതായിരിക്കും. ഓളത്തിലൊന്നുമല്ല, എന്തെങ്കിലും തെളിവുണ്ടോ? അച്ഛനാണ് അമ്മാവനാണെന്നല്ല, ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. അത് ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കുന്ന ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. അത് അടിസ്ഥാനപരമായ ഹിന്ദു വിശ്വാസത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം. അയ്യപ്പന്റെ മാത്രമല്ല, ഏത് അമ്പലത്തിലെ തന്ത്രിയാണോ അവിടുത്തെ ക്ഷേത്രപ്രതിഷ്ഠയുടെ പിതാവാണ്. എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാന്ന് വേണ്ട, എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാന്ന് വേണ്ട, അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ കേട്ടില്ലേ? രാഹുൽ പറയട്ടെ. അല്ല, അത് ഫ്ലോയിൽ പറഞ്ഞതല്ല എന്ന് ശ്രീ ഷാബു പറഞ്ഞു കഴിഞ്ഞു. ശരി, അല്ല രാഹുൽ പറയട്ടെ. രാഹുലെ, ഇതിലെ അവസാനം ദേവസ്വം ക്ലിയറൻസും ഇക്കാര്യത്തിൽ കിട്ടിയിരുന്നു കേട്ടോ ED പ്രസാദ് നമ്പൂതിരിക്ക്. അല്ല രാഹുലെ വേണ്ട, രാഹുൽ സംസാരിക്കും. ശരി, രാഹുൽ പറയൂ. രാഹുൽ പറഞ്ഞോളൂ. രാഹുൽ പറയൂ.
ഇത് എന്താ പറയണേ, അർത്ഥസത്യവും പകുതി സത്യവും അറിഞ്ഞിട്ടൊന്നും കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കരുത്. ഇത് ക്ലീനപ്പ് ചെയ്യാൻ ഏറ്റവും ഇനീഷ്യേറ്റീവ് എടുത്തത് ശബരിമല മുതിർന്ന മന്ത്രിയായിരുന്ന കണ്ടൂർ മഹേശ്വരാണ്. അദ്ദേഹം ഹൈക്കോടതിയോട് ഒരു ഒബ്സർവർ വേണമെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിരുന്ന ശ്രീ ജി സുധാകരൻ ഇതിൽ വലിയൊരു രീതിയിൽ എഫേർട്ട് എടുത്തിരുന്നു. അങ്ങനെ അത് കാര്യമായിട്ട് ക്ലീനപ്പ് ചെയ്തു. പരിപൂർണ കമ്മീഷൻ അടക്കം വരികയും ഈ ദേവസ്വം ബോർഡിന്റെ തെറ്റായ ഇടപെടലുകളെ ഒരുപാട് എക്സ്പോസ് ചെയ്യുകയും മറ്റും ചെയ്തു. അതുകൊണ്ട് എല്ലാവരും കള്ളന്മാരാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ചില കള്ളന്മാരുണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ, 1200 കോടി രൂപയോളം അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയവരില്ലേ? അപ്പം എല്ലാ അമ്പലങ്ങളിലും എല്ലാ തരത്തിലും ഇത്തരം പ്രശ്നമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് മനുഷ്യരുള്ള ഇടമല്ലേ, ആ മനുഷ്യരുള്ള ഇടം ക്ലീനപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് അയോധ്യയാണെങ്കിലും ശബരിമലയാണെങ്കിലും വേറെ ഏത് അമ്പലമാണെങ്കിലും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, സ്ട്രക്ചറലായി കുറെ ഇതിൽ ക്ലാരിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ മാറ്റം വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ശ്രീ പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി ആയിരിക്കുന്ന വ്യക്തി, അദ്ദേഹം നേരിട്ട് ഇതിൽ ഇൻവോൾവ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ദേവസ്വത്തിന്റെ വിജിലൻസിനും അവരുടെ പോലീസിനും തെറ്റുപറ്റിയതാണോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അല്ല മേൽശാന്തിക്ക് എങ്ങനെയാണ്, അല്ല മേൽശാന്തി ഇൻവോൾവ് അല്ലാതെ വരുന്നത് എങ്ങനെയാണ്? കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ ഖണ്ഡിക 4 പ്രകാരമുള്ള 4ാമത്തെ വ്യവസ്ഥ അത് പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ. താൻ എവിടെയാണ് മേൽശാന്തിയായി ജോലി ചെയ്തിരുന്നത്, നിലപാട് നിങ്ങൾ അന്വേഷിക്കണം. അല്ല മേൽശാന്തിയായി ജോലി ചെയ്തിരുന്നത് അവിടെ എത്ര പൂജകൾ ദിവസേന ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതല്ലോ. ഉദാഹരണത്തിന് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മേൽക്കാവും കീഴ്ക്കാവും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹത്തിന്റെ ഒരു മറുപടി വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതിൽ അർത്ഥമില്ല. അതാണ് ഒന്ന്. രാവിലെ ജയകുമാർ സാറിനോട് ചോദിച്ചു, ന്യായീകരിക്കുകയാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ മേൽശാന്തിയെ ന്യായീകരിക്കുകയാണല്ലോ. അപ്പോൾ അല്ലല്ലോ, ആര് ന്യായീകരിച്ചു? അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഈ രേഖകൾ സംസാരിക്കുന്നുണ്ടല്ലോ. രാഹുൽ, താങ്കൾ ഈ രേഖകളിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, രേഖകൾ കണ്ട് വളരെ ക്രെഡിബിൾ ആയിട്ടാണ് തോന്നുന്നത്. ദേവസ്വം ബോർഡിന് പ്രത്യേക ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ മറികടന്നു എന്നാണ് ലഭ്യമായ വിവരങ്ങൾ കൊണ്ട് തോന്നുന്നത്. ഈ നിലപാട് തന്നെയല്ലേ രാവിലെ ജയകുമാർ സാർ നിങ്ങളോട് പറഞ്ഞത്? ഇതൊരു അയ്യപ്പന്റെ നിയോഗമാണ്. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന വാർത്ത അയ്യപ്പന്റെ നിയോഗമാണ്. ഇനിയും ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഓൾറെഡി അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. കാര്യമായി ശ്രദ്ധിക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ പറ്റുന്നത് ആദ്യ ഘട്ടത്തിൽ വിജിലൻസും പോലീസും വേണ്ട രീതിയിൽ അവരുടെ ജോലി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 2ാം ഘട്ടത്തിലാണ് ഇന്റർവ്യൂ വരുന്നത്. 3ാം ഘട്ടത്തിലാണ് അയ്യപ്പൻ തെരഞ്ഞെടുക്കുന്നത്. പന്തളത്തെ കുട്ടികളിലൂടെയാണ് അയ്യപ്പൻ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോ കാടടച്ച് വെടിവെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അമ്പലങ്ങളിലെല്ലാം മോശമാണെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. ദേവസ്വം വിജിലൻസ് കണ്ണടച്ചതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് വന്ന, അതായത് ബാക്ക്ഗ്രൗണ്ട് ചെക്കിലും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും ഇത് ചെയ്യാൻ തന്ത്രിമാർക്കോ ബാക്കിയുള്ള എക്സ്പേർട്സോ താന്ത്രിക എക്സ്പേർട്സിനോ ഒന്നും കഴിയില്ല. ഫസ്റ്റ് സ്റ്റേജ് ആരാ ചെയ്യേണ്ടത്? ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ആരാ ചെയ്യേണ്ടത്? പോലീസുകാരാണ്. അത് വേണ്ട രീതിയിൽ അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. അത് ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ഈ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് കൊടുത്ത കൊച്ചിൻ ദേവസ്വം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.